ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ ഈ റൂൾ പ്രകാരം പറയുന്നത് ഹൈഡ്രജൻ വിൽ മൈഗ്രേറ്റ് അല്ലെ ഹൈഡ്രജൻ വിൽ മൂവ് ടുവേഴ്സ് ദ കാർബൺ. ഒരു റിയാക്ഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാം. പ്രൊപ്പീൻ അല്ലെങ്കിൽ പ്രൊപ്ലീൻ ആണ് ഇവിടെ എടുക്കുന്ന എന്താണ് ആൽക്കീൻ എന്ന് പറയുന്നത്. എവിടെ പോകും ഹൈഡ്രജൻ ആറ്റം? ആലോചിച്ച് നോക്ക്, ഹൈഡ്രജൻ ആറ്റം എവിടെയാ പോവാ? ഹായ് എവരിവൺ, വെൽക്കം ടു എഡൂസ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാർക്കോ-നിക്കോസ് റൂൾ. അപ്പോൾ ഈ ടോപ്പിക് മാർക്കോ-നിക്കോ റൂൾ പറയുന്ന ഈ റൂള് എവിടെയാണ്, ഏത് റിയാക്ഷനിലാണ് യൂസ് ചെയ്യുക, എന്താണ് ഈ റൂള് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മാർക്കോ-നിക്കോസ് റൂള് എന്ന് പറയുമ്പോൾ ഈ റൂള് മെയിൻലി അപ്ലിക്കബിൾ ആവുന്നത് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷനിലാണ്, ആൽക്കീൻസിലെ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷനിലാണ്. അതേപോലെ തന്നെ അൺസിമെട്രിക്കൽ ആൽക്കീൻസ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ റൂള് യൂസ് ചെയ്യുക. അപ്പൊ ഈ ഒരു കാര്യം ആദ്യം ആലോചിച്ച് വെക്കാം. ഏതാണ്? അൺസിമെട്രിക്കൽ ആൽക്കീൻസിന്റെ കേസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ എന്താണ് റൂള് പറയുന്നത്? ഇൻ ദ അയോണിക് അഡീഷൻ ഓഫ് ആൻ ആസിഡ് to the carbon-carbon double bond of an alkene. Okay, the hydrogen of the acid attaches itself to the carbon atom that already hold the greater number of hydrogen. ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ, ഒരു അഡീഷൻ റിയാക്ഷൻ, ഒരു ആൽക്കീൻ ഉണ്ട് അല്ലെ. ആൽക്കീൻ എന്ന് പറയുമ്പോൾ കാർബണും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, ആ കേസിൽ ഒരു എന്താ പറഞ്ഞ ആസിഡ് ആണ് അല്ലെ. അഡീഷൻ ഓഫ് ആൻ ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? HCl ആവാം, അല്ലെങ്കിൽ HI ആവാം, HBr ആവാം. അപ്പൊ ഇത് ആഡ് ചെയ്യാൻ പോവാണ്. എവിടെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്? ആൽക്കീൻസിലേക്ക്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഈ റൂള് പ്രകാരം പറയുന്നത് നോക്കിക്കോളൂ. ആദ്യം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഈ റൂള് വരുന്നത് എവിടെയാണ്? ആൽക്കീൻസിലാണ്. അപ്പൊ നമുക്ക് എടുക്കാം അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ അൺസിമെട്രിക്കൽ ആൽക്കീൻ എടുക്കുവാണെങ്കിൽ എക്സാമ്പിൾ പ്രൊപ്പീൻ എടുക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2, ഇതൊരു പ്രൊപ്പീൻ ആണല്ലേ. ഇതിലേക്ക് ആരെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ആസിഡിനെയാണ്. ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ HBr എടുക്കാം. ഓക്കെ, അത് അയോണൈസ് ആയിട്ടാണ് ഉണ്ടാവുക, H+ഉം Br- ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ റൂള് പറയുന്നത് എന്താ? ഇങ്ങനെ ഒരു കേസ് വരികയാണ്, അൺസിമെട്രിക്കൽ ആൽക്കീൻ ആയിട്ടുള്ള പ്രൊപ്പീനും അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകണം. H-ഉം Br-ഉം ഈ ഡബിൾ ബോണ്ട് ആയിട്ടുള്ള കാർബണിലേക്ക് ആഡ് അപ്പ് ആവും. അതെങ്ങനെ ആഡ് ചെയ്യും നോക്കാം. ഈ റൂള് പ്രകാരം പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ എവിടെ പോവും? ഏത് കാർബൺ ആണ് ഡബിൾ ബോണ്ട് കാർബണിലെ ഏത് കാർബണിലാണോ മാക്സിമം നമ്പർ ഹൈഡ്രജൻ ഉള്ള ആ പൊസിഷനിലേക്കായിരിക്കും ആര് പോവുക, അല്ലെങ്കിൽ ആ കാർബണിലേക്കായിരിക്കും ആര് പോവുക? ഹൈഡ്രജൻ പോവുക. അപ്പൊ ഹൈഡ്രജൻ എവിടെയാ പോവുക? ഈ കാർബണിലേക്ക്. കാരണം എന്താ? ഇതാണ് ഡബിൾ ബോണ്ട് കാർബൺസ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബൺ ഈ കാർബൺ ആണ്. 2 ഹൈഡ്രജൻ. ഈ കാർബണിലേക്ക് ആണെങ്കിലോ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ ഈ റൂള് പ്രകാരം പറയുന്നത് ഹൈഡ്രജൻ വിൽ മൈഗ്രേറ്റ് അല്ലെ ഹൈഡ്രജൻ വിൽ മൂവ് ടുവേഴ്സ് ദ കാർബൺ ഓഫ് ദ ഡബിൾ ബോണ്ട് വിച്ച് കണ്ടെയ്ൻ മാക്സിമം നമ്പർ ഓഫ് ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ ബ്രോമിൻ എവിടെ പോവും? ഹാലജൻ എവിടെ പോവും? ഇവിടെ പോവും അല്ലെ. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? CH3 CH, ബ്രോമിൻ ഇവിടെ വന്നു അല്ലെ. അതേപോലെ തന്നെ ഹൈഡ്രജൻ എവിടെ വന്നു? ഹൈഡ്രജൻ ഇവിടെ വന്നു അല്ലെ. അപ്പൊ ഇതാണ് മാർക്കോ-നിക്കോ റൂൾ പ്രകാരമുള്ള പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ആയിരിക്കും ഇവിടെ എന്താണ് മാക്സിമം എമൗണ്ടിൽ ഫോം ചെയ്യുക. മാക്സിമം എമൗണ്ടിൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ മോസ്റ്റ് പ്രിഫേർഡ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഈ റൂളിലാണ് നമ്മൾ എന്ന് പറയുന്നത് മാർക്കോ-നിക്കോ റൂൾ. ഇനി നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അയോണിക് അഡീഷൻ ഓഫ് ആൻ ആസിഡ് അല്ലെ. ആസിഡ് ആഡ് ചെയ്യാൻ പോവാണ്. എവിടെയാണ്? കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് അല്ലെ. കാർബൺ ഡബിൾ ബോണ്ടിലേക്കാണ് പോകുന്നത്. എവിടെയാണ്? ആൽക്കീനിൽ. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജൻ ഓഫ് ദ ആസിഡ് കണ്ടോ, ആസിഡിലെ ഹൈഡ്രജൻ എവിടെ ആഡ് ചെയ്യുന്നുണ്ട്? ടു ദ കാർബൺ ആറ്റം ദാറ്റ് ഓൾറെഡി ഹോൾഡ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ശരിയല്ലേ? എവിടെയാ പോയത്? ഹൈഡ്രജൻ പോയത് കാർബൺ ആറ്റത്തിലേക്കാണ്. അവിടെ എന്താണ്? കൂടുതൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇത്രയേ ഉള്ളൂ മാർക്കോ-നിക്കോ റൂള്. ഇതാണ് നമ്മളുടെ എന്താണ് ഏത് റിയാക്ഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മാർക്കോ-നിക്കോ റൂള് നമ്മൾക്ക് പ്രൊപ്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ എടുത്ത എക്സാമ്പിൾ ആയിട്ടുള്ള പ്രൊപ്ലീൻ അല്ലെങ്കിൽ പ്രൊപ്പീൻ, അതിൽ നിന്ന് ഹൈഡ്രജൻ HI എന്ന് പറയുന്ന ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. നമ്മൾ റൂള് പറഞ്ഞു, പക്ഷെ റൂള് പറയുമ്പോൾ നമ്മൾ ആദ്യം മാർക്കോ-നിക്കോ റൂള് പ്രകാരം പറഞ്ഞു, പക്ഷെ അവിടെ ഒരു ചാൻസും കൂടി ഉണ്ടായിരുന്നു അല്ലെ. മാർക്കോ-നിക്കോ റൂൾ ഇല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? നമ്മളെ പ്രൊപ്പീൻ തന്നെ എടുത്തു. പ്രൊപ്പീൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന റിയാക്ഷനിൽ നോക്കിയേ, പ്രൊപ്പീനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വരുന്നത് HI ആണ്, ഹൈഡ്രോ അയോഡിക് ആസിഡ് റിയാക്ട് ചെയ്യാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 കേസ് വരും. ഒന്നാമത്തെ കേസിൽ ഹൈഡ്രജൻ അഗെയിൻസ്റ്റ് മാർക്കോ-നിക്കോ റൂളിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ എന്തായാലും നോക്കാം. CH3
CH3CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇതിലേക്ക് HI വരികയാണ്. അപ്പോൾ അഗെയിൻസ്റ്റ് മാർക്കോണിക്കോ റൂൾ ആണെങ്കിൽ അല്ലെങ്കിൽ റൂൾ പ്രകാരം അല്ല എങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് ഹൈഡ്രജൻ ഇവിടെ പോവാം അല്ലെ, അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? N പ്രൊപ്പൈൽ അയോഡൈഡ് ആയിരിക്കും. N പ്രൊപ്പൈൽ അയോഡൈഡ്. നോക്കിയേ, ഹൈഡ്രജൻ ഈ പൊസിഷനിലേക്ക് പോകുമ്പോൾ കണ്ടോ, ഹൈഡ്രജൻ ഈ പൊസിഷനിലേക്കാണ് വന്നത്. അയഡിൻ ആണെങ്കിൽ തൊട്ടടുത്ത പൊസിഷനിലും. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് N പ്രൊപ്പൈൽ അയോഡൈഡ് ആയിരിക്കും കിട്ടുക. പക്ഷെ ഇത് മാർക്കോണിക്കോ റൂൾ അല്ല, ഇത് മാർക്കോണിക്കോ റൂൾ ഫോളോ ചെയ്യാത്ത കേസാണ്. അപ്പോ നമ്മൾ എന്താണ്, ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഒരിക്കലും ഇങ്ങനെ നടക്കത്തില്ല. അല്ലെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ വളരെ മൈനർ എമൗണ്ട് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ ഇത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആക്ച്വൽ മേജർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രൊഡക്റ്റ് എന്ന് പറയാൻ നമുക്ക് ഈ പ്രൊഡക്റ്റ് വരിക. കാരണം ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത, ഈ പ്രൊപ്പലീൻ എന്ന് പറയുന്നത് HI ആഡപ്പ് ചെയ്യുന്നത് എപ്പോഴും ഫോളോ ചെയ്യുന്നത് ഏതായിരിക്കും? മാർക്കോണിക്കോ റൂൾ ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ഈ മാർക്കോണിക്കോ റൂളിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, പ്രൊപ്പലീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഹൈഡ്രോ അയഡിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? രണ്ട് ടൈപ്പ് പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന് മാർക്കോണിക്കോ റൂള് ഫോളോ ചെയ്യുന്ന പ്രൊഡക്റ്റും ഒന്ന് മറ്റൊന്ന് ഫോളോ ചെയ്യാത്ത പ്രൊഡക്റ്റും. അതായത് ഹൈഡ്രജന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോവായിരുന്നു, ആ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലെ. ഒന്നെങ്കിൽ എന്താണ്, ഡബിൾ ബോണ്ട് കാർബൺ കണ്ടെയ്നിങ് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജനിലേക്ക് പോവാം, അല്ലെങ്കിൽ ലോവർ നമ്പർ ഓഫ് ഹൈഡ്രജനിലേക്ക് പോവാം. പക്ഷെ അങ്ങനെ പോകത്തില്ല എന്ന് പറയാൻ കാരണം അവിടെ വന്ന റൂളാണ്, അവിടെ ഫോളോ ചെയ്യുന്ന റൂളാണ് മാർക്കോണിക്കോ റൂള്. അപ്പൊ ഇത് നോക്കിയാൽ ഈ ഒരു റിയാക്ഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാം, പ്രൊപ്പീൻ അല്ലെങ്കിൽ പ്രൊപ്പലീൻ ആണ് ഇവിടെ എടുക്കുന്ന എന്താണ്, ആൽക്കീൻ എന്ന് പറയുന്നത്. അവിടെ ആഡപ്പ് ചെയ്യാൻ വരുന്ന റിയാജന്റ് HI ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കേസ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറയാൻ കാരണം നോക്കാം. ഇവിടെ ഹൈഡ്രജൻ പോയിരിക്കുന്നത് ഡബിൾ ബോണ്ട് കാർബൺ ദാറ്റ് കണ്ടെയ്നിങ് ലോവർ നമ്പർ ഓഫ് ഹൈഡ്രജനിലേക്കാണ് അല്ലെ. ഇവിടെ ഹൈഡ്രജൻ പോയിരിക്കുന്നത് ഡബിൾ ബോണ്ട് കാർബൺ കണ്ടെയ്നിങ് ലോവർ നമ്പർ ഓഫ് ഹൈഡ്രജനിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ നടക്കത്തില്ല, അല്ലെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം എമൗണ്ട് മാത്രമേ N പ്രൊപ്പൈൽ അയോഡൈഡ് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷെ ഏതാണ് നടക്കുക? ഈ റിയാക്ഷനാണ് നടക്കുക. കാരണം എന്താ, ഇത് മാർക്കോണിക്കോ എഡിഷൻ പ്രകാരമാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. എന്താണ്, മാർക്കോണിക്കോ എഡിഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ആ റൂൾ പ്രകാരമാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ താഴെ വരക്കുക CH3 അല്ലെ, CH3CH ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് ആഡപ്പ് ചെയ്യാൻ വരുന്നത് HI ആണ്. നോക്കിക്കോളൂ, HI ആണ്. അപ്പൊ ഇത് ഇലക്ട്രോഫിലിക് എഡിഷൻ റിയാക്ഷൻ ആണ്. റൂൾ നമ്മൾ മനസ്സിലുണ്ടാവണം. ഹൈഡ്രജൻ എവിടെയാണ് പോവുക? ഏറ്റവും ഡബിൾ ബോണ്ട് കാർബണിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഉള്ള സ്ഥലത്തേക്കാണ് ഹൈഡ്രജൻ പോവുക, ഇവിടത്തേക്ക് പോയി. അപ്പൊ അയഡിൻ എവിടെയായിരിക്കും പോവുക? ഏറ്റവും കുറവ് ഹൈഡ്രജൻ ഉള്ള സ്ഥലത്തേക്ക്. അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും ഈ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിന്റെ പേരാണ് ഐസോ പ്രൊപ്പൈൽ അയോഡൈഡ്. പ്രൊഡക്റ്റിന്റെ പേരാണ് ഐസോ പ്രൊപ്പൈൽ അയോഡൈഡ്. ഇനി നമുക്ക് ഈ ഒരു രീതിയിലേക്ക് വരക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ, ഇതാണ് ഐസോ. കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഐസോ പ്രൊപ്പൈൽ അയോഡൈഡ്. അതായിരിക്കും ആക്ച്വൽ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എന്താണ്, മാർക്കോണിക്കോ റൂളിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മാർക്കോണിക്കോ റൂളിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ എന്താണ് പ്രിഫേർഡ്, എന്തായിരിക്കും പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമുക്ക് മാർക്കോണിക്കോ റൂൾ വഴി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇലക്ട്രോഫിലിക് അഡീഷൻ ഇൻ കേസ് ഓഫ് ആൽക്കീൻസിൽ മാർക്കോണിക്കോ റൂൾ പ്രകാരം നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും പ്രിഫേർഡ് പ്രൊഡക്റ്റ് എന്തായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മേജർ പ്രൊഡക്റ്റ് എന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നോക്കാം, എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ നോക്കിയാൽ ഫസ്റ്റ് കേസ് ഇവിടെ കൊടുത്ത എക്സാമ്പിൾ 1-ബ്യൂട്ടീൻ. 1-ബ്യൂട്ടീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇവിടെ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കാൻ പോവാ. CH3CH2CH ഡബിൾ ബോണ്ട് CH2 അല്ലെ, ഇതല്ലേ ബ്യൂട്ടീൻ. അതിലേക്ക് ആഡപ്പ് ചെയ്യാൻ വരുന്ന ഒരു ആസിഡ് ആണ് HI, ഹൈഡ്രോ അയോഡിക് ആസിഡ്. എന്തായിരിക്കും പ്രിഫേർഡ് പ്രൊഡക്റ്റ് എന്ന് നമ്മൾക്ക് കൺഫ്യൂഷൻ തോന്നാം. രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. പക്ഷെ നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഇവിടെ മാർക്കോണിക്കോ റൂൾ പ്രകാരം അഡീഷൻ നടക്കുള്ളൂ. അപ്പൊ എന്തായിരിക്കും പ്രിഫേർഡ് പ്രൊഡക്റ്റ് നോക്കിക്കോളൂ. ഇത് നമ്മളെ റിയാക്ടന്റ് 1-ബ്യൂട്ടീൻ ആണ് അല്ലെ, 1-ബ്യൂട്ടീൻ. അപ്പൊ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഹൈഡ്രജൻ വിൽ ഗോ ടു ദി കാർബൺ ഓഫ് ദ ഡബിൾ ബോണ്ട് വിച്ച് കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ഹൈഡ്രജൻ ഇവിടെയാ വരിക അല്ലെ. അപ്പൊ നോക്കാം എന്തായിരിക്കും പ്രൊഡക്റ്റ് നോക്കിക്കോളൂ. CH3CH2 CHI CH3. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് നോക്കിയേ, 1 2 3 4. അപ്പൊ ഇതിന്റെ പേരാണ് 2 അയഡോ ബ്യൂട്ടൈൻ ആണ് ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു റിയാക്ഷൻ തന്നിട്ട്
എന്തായിരിക്കും പ്രിഫേർഡ് പ്രൊഡക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻസിൽ 2 അയോഡോ ബ്യൂട്ടേൻ ഉണ്ടാവും, 1 അയോഡോ ബ്യൂട്ടേൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാർക്കോണിക് റൂൾ എടുക്കുക, അത് അപ്ലൈ ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 2-methyl-2-butene. ഓക്കെ, 2-methyl-2-butene. ഇവിടെ എന്ത് സംഭവിക്കും നോക്കാം. 2-methyl-2-butene. അപ്പൊ അതിന്റെ സ്ട്രക്ചർ വരിക CH3 ഡബിൾ ബോണ്ട് CH3. ഓക്കെ, ഇതിലേക്ക് ഒരു ഹൈഡ്രോ അയോഡിക് ആസിഡ് ആഡ് ചെയ്യാൻ പോവാണ്, HI ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ പ്രിഫേർഡ് പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്ന് നമ്മളെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നോക്കാം, മാർക്കോനിക്കോ റൂൾ പ്രകാരം അഡീഷൻ നടക്കാൻ പോവാണ്. എവിടെ പോവും ഹൈഡ്രജൻ ആറ്റം? ആലോചിച്ച് നോക്ക്, ഹൈഡ്രജൻ ആറ്റം എവിടെയാ പോവാ? ഇതാണ് നമ്മളുടെ രണ്ട് കാർബൺ ആറ്റംസ് അല്ലെ, ഇതാണ് 2 കാർബൺ ആറ്റംസ്. അപ്പൊ ഹൈഡ്രജൻ ആറ്റം എവിടെ പോകും? മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ എവിടെയാണുള്ളത് അവിടത്തേക്ക് പോകും അല്ലെ. ഹൈഡ്രജൻ വിൽ മൂവ് ടു ഇവിടെ, ഹൈഡ്രജൻ വിൽ മൂവ് ടു ഇവിടെ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 CH3 CH2 CH3 ഇവിടെ അയോഡിനും വരും. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് എന്തായിരിക്കും നോക്കാം. സെക്കൻഡ് പൊസിഷനിൽ അയോഡിനും എന്തുണ്ട്, അതേപോലെ തന്നെ മീഥൈലും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അക്കോർഡിംഗ് ടു ആൽഫബറ്റിക് ഓർഡർ പ്രകാരം നെയിം ചെയ്യുമ്പോൾ 2 അയോഡോ 2-methyl ബ്യൂട്ടൈൻ. ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം അല്ലെ. അഡീഷൻ റിയാക്ഷൻ ആണ്. അവിടെ ഏത് റൂൾ പ്രകാരം നടന്നത്? മാർക്കോനിക്കോ റൂൾ പ്രകാരം. അപ്പൊ ഇതാണ് നമ്മളുടെ മാർക്കോനിക്കോ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ റൂൾ പറയുന്നത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ്റെ അകത്ത് ആൽക്കീൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ഹൈഡ്രോ ആസിഡ്സ് ആഡ് ചെയ്യാൻ പോകണം. ആ കേസിൽ എന്ത് സംഭവിക്കും, ആ ആസിഡ്സിലെ ഹൈഡ്രജൻ പോയിട്ട് എവിടെയാണോ ഡബിൾ ബോണ്ട് കാർബണിൽ മാക്സിമം നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബൺ അവിടെ പോയി അറ്റാച്ച് ചെയ്യും. അല്ലാത്ത കാർബണിലേക്ക് പോയിട്ട് ഹാലജൻസ് അറ്റാച്ച് ചെയ്യും. അതാണ് ഈ മാർക്കോനിക്കോ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.